ഹായ് ഗൈസ്, ഞാൻ അംജിതാണ്. അപ്പോൾ നമ്മുടെ മനഃശാസ്ത്ര മേഖലയിൽ ഏറ്റവും കൂടുതലായിട്ട് ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടാണ് ബോഡി ലാംഗ്വേജിനെ കുറിച്ച്. നമ്മുടെ നാവ് കള്ളങ്ങൾ പറഞ്ഞാലും ശരി, നമ്മുടെ ശരീരത്തിൻ്റെ ഭാഷ നോക്കി, ശരീരത്തിൻ്റെ ഓരോ രീതികൾ നോക്കി സത്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് തന്നെ മനഃശാസ്ത്ര മേഖലയിൽ ഏറ്റവും കൂടുതലായിട്ട് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം ബോഡി ലാംഗ്വേജസിനെ കുറിച്ച്. അപ്പോൾ ആ മേഖല ബന്ധപ്പെട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. എല്ലാം പാട് ഒറ്റൊരു ദിവസത്തിൽ പറഞ്ഞു തീർക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ലെങ്കിലും ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ എനിവേ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതിലും ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് എങ്ങനെ അവർ നമ്മളോട് പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ കണ്ണിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. കണ്ണും കണ്ണിൻ്റെ ചലനങ്ങളുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി നമ്മളൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണമണി മുകളിലോട്ട് പോയി വലത്തോട്ടാണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം, ഞാൻ ഇവിടെ ഫോട്ടോ ആയിട്ട് ഇടുന്നുണ്ട്, കൃഷ്ണമണി മുകളിലേക്ക് നോക്കി വലത്തോട്ടാണ് പോകുന്നതെങ്കിൽ അവർ ഇല്ലാത്ത ഒരു കാര്യത്തെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യൻ്റെ വിഷ്വലൈസേഷൻ കപ്പാസിറ്റി കിടക്കുന്നത് ബ്രെയിനിൻ്റെ റൈറ്റ് സൈഡിലാണ്. അതുകൊണ്ടാണ് ഇല്ലാത്ത ഒരു കാര്യത്തെ അവർ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്ന സമയത്ത് അവരറിയാതെ അവരെ കൃഷ്ണമണി മുകളിലോട്ട് പോയി വലത്തോട്ട് അവർ നോക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിന്ന വ്യക്തി അങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്തോ കള്ളത്തരം പറയുന്നുണ്ട്. കുറച്ചുകൂടെ കൂടുതലായിട്ട് നമുക്ക് ഡീപ്പായിട്ട് ചോദിക്കാം. കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ച് അവസാനം മുതൽ ആദ്യം വരേക്ക് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് വിയർക്കുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം തുടക്കം മുതൽ പറയാൻ പറഞ്ഞാൽ മേ ബി അവർക്ക് എന്തെങ്കിലും ഗസ് ചെയ്ത് വെച്ച കാര്യങ്ങളിൽ എടുത്ത് പറയാൻ പറ്റും. പക്ഷേ അവസാനം മുതൽ തുടക്കത്തിലേക്ക് നിങ്ങൾ എന്താ പറയുക, എൻഡ് മുതൽ സ്റ്റാർട്ടിങ് സ്റ്റേജിലേക്കാണ് പോകുന്നതെങ്കിൽ അവർ നന്നായിട്ട് വേർക്കുന്നത് കാണാം. അവരെ കണ്ണിൻ്റെ ചലനം എപ്പോഴും റൈറ്റ് സൈഡിലേക്ക് പോകുന്നതായിട്ട് കാണാം. ഇനി അഥവാ നീ ഇതിൻ്റെ ഓപ്പോസിറ്റ് കണ്ണ് മുകളിലോട്ട് പോയി ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ സൂചന അവർ ഓർമ്മിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞു പോയൊരു കാര്യത്തെ അവർ തൻ്റെ ഇന്നലകളിൽ നിന്ന് ഓർമ്മിച്ചെടുക്കുന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. കണ്ണ് മുകളിലോട്ട് പോയി ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ അവർ ഓർത്തെടുക്കുന്നു എന്നുള്ളതാണ്. അതും ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാര്യത്തെ അവസാനത്തിൽ നിന്ന് തുടക്കത്തിലേക്ക് ചലിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും അവരെ കണ്ണിൻ്റെ ചലനങ്ങളിലേക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തി കള്ളമാണോ അതുപോലെ തന്നെ സത്യമാണോ പറയുന്നതൊക്കെ നോക്കാൻ പറ്റും. ഇതുപോലെ തന്നെ എക്സാമ്പിൾ മറ്റൊന്ന് പറയാൻ പറ്റുന്നത്, നിങ്ങളൊരു ഡ്രസ്സ് എടുക്കുക, ഐ മീൻ ഒരു കളർഫുൾ ഒരു ചുമന്ന ഡ്രസ്സിൽ പിങ്ക് നിറത്തിലുള്ള ഒരു പാമ്പിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തൊരു സംഭവമാണല്ലോ. നമ്മൾ നോർമലി നമ്മുടെ നാട്ടിൽ നിന്ന് കാണാത്തൊരു സംഭവമാണ്. ഇല്ലാത്ത ഒരു സംഭവത്തെ ഒരു വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റായിട്ടും നേരത്തെ പറഞ്ഞ പോലെ മുകളിലോട്ട് കണ്ണ് പോയി റൈറ്റ് സൈഡിലേക്ക് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ എപ്പോഴും ഇല്ലാത്ത ഒരു സംഭവത്തെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസേഷൻ കപ്പാസിറ്റി ബ്രെയിനിൻ്റെ റൈറ്റ് സൈഡിലാണ് കിടക്കുന്നത്. റിമെമ്പറിങ് കപ്പാസിറ്റി കിടക്കുന്നത് ബ്രെയിനിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. അതുകൊണ്ട് റിമെമ്പർ ചെയ്യുന്ന കാര്യങ്ങൾ ഇടത്തോട്ടും ഉണ്ടാക്കാൻ വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ വലത്തോട്ടും ആയിരിക്കും കണ്ട് ചലിക്കുന്നുണ്ടാവുക. ഇതാണ് മെയിനായിട്ട് പറയാനുള്ള കാര്യം. അപ്പോൾ എനിവേ അടുത്തൊരു ടോപ്പിക്കായിട്ട് ഇനി വീണ്ടും വരാം. കണ്ണിനെ ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇന്ന് സത്യവും നുണയും തമ്മിലുള്ള ബന്ധം മാത്രം അവിടെ ഇരിക്കട്ടെ. ബാക്കി നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പലപ്പോഴും ഞാൻ പറയാറില്ല, ദയവായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സംശയങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്.